തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നാൽ പണ്ടൊക്കെ ചുവരെഴുത്തായിരുന്നു. മതിലിൽ വെള്ളയടിച്ച് രാത്രി മുഴുവൻ റാന്തൽ വിളക്കിന്റെ വെട്ടത്തിൽ നാട്ടിലെ കലാകാരന്മാർ നടത്തുന്ന കരവിരുത്. ഇന്നാകട്ടെ പ്രചാരണം കൊഴുക്കുന്നത് ഫേസ്ബുക്കിലാണ്. സമ്പത്ത് മുഴുവൻ വിനിയോഗിച്ച സമ്പത്തിന് ആറ്റിങ്ങലിൽ വോട്ട് ചെയ്യാൻ അഭ്യർത്ഥന. 99% MP ഫണ്ടും നാടിനായി വിനിയോഗിച്ച MP എന്ന വിശേഷണം. ചെങ്ങറ സുരേന്ദ്രനും ആന്റോ ആന്റണിക്കും വിജയരാഘവനുമൊക്കെ സാധാരണ പോസ്റ്ററാണ്. എന്നാൽ കാസർഗോഡ് സ്ഥാനാർത്ഥി P കരുണാകരൻ പോസ്റ്റർ ചിരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. കാസർഗോട്ടേക്ക് വണ്ടി കയറുന്ന T സിദ്ദിഖിനെയാണ് കാണുന്നത്. BJP-ക്കാരും ഒട്ടും മോശമല്ല. നരേന്ദ്രമോദിയുടെ ഫോട്ടോയ്ക്കൊപ്പം സിംഹകാഹളം മുഴക്കിയാണ് വടകരയിൽ VK സജീവൻ മത്സരിക്കുന്നത്. വള്ളുവനാടൻ ഗ്രാമീണതയിലേക്ക് എത്തുന്ന സോഷ്യലിസ്റ്റാണ് പാലക്കാട് സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാർ. നാടിന്റെ നാവ്, നേരിന്റെ നെഞ്ച്, മണ്ണിന്റെ മനസ്സ് എന്ന വിശേഷണമാണ് വീരേന്ദ്രകുമാറിന് നൽകുന്നത്. എതിർ സ്ഥാനാർത്ഥി MP രാജേഷും ഒട്ടും മോശമല്ല. മുച്ചക്ര വാഹനം കിട്ടിയ വോട്ടറെ കാണുന്ന MP താൻ സാധാരണക്കാർക്കൊപ്പമാണെന്ന് പോസ്റ്ററിലൂടെ പറയുന്നു. MA ബേബി കൊല്ലത്തിന്റെ മണമറിഞ്ഞാണ് പോസ്റ്റർ ഇട്ടത്. കശുവണ്ടി പൊളിക്കുന്നവരുടെ പശ്ചാത്തലത്തിൽ MA ബേബി. മറ്റൊരു കാര്യം, ഫേസ്ബുക്കിലെ രാഷ്ട്രീയ പോസ്റ്റർ പോരാട്ടമാണ്. 76 വയസ്സുള്ള അഹമ്മദിനെയും 90 വയസ്സുള്ള VS-നെയും താരതമ്യം ചെയ്തൊരു പോസ്റ്റ്. ചിത്രങ്ങൾ സംസാരിക്കട്ടെ എന്ന ഒരു അടിക്കുറിപ്പും. കൊല്ലത്തെ RSP സ്ഥാനാർത്ഥിയായി എത്തിയ NK പ്രേമചന്ദ്രനെ NK യൂദാസായാണ് LDF വിമർശിക്കുന്നത്. തട്ടമിടാത്ത PK സൈനബയും തൊപ്പിയിട്ട അഹമ്മദും എന്ന പോസ്റ്ററിൽ ആരോപണങ്ങളാണ് നിഴലിക്കുന്നത്. ന്യൂ ജനറേഷനെ ചിന്തിപ്പിക്കുന്ന പോസ്റ്റർ. സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, സീറ്റ് കിട്ടാതെ പോയ 2 സിറ്റിംഗ് MP-മാർക്കും ഫേസ്ബുക്ക് വിരുദ്ധന്മാർ കാരണം കണ്ടെത്തി. സംഗതി ലളിതം. പെണ്ണും മണ്ണും ചതിച്ചു, സീറ്റ് പോയി. ഇനിയുള്ള ദിവസങ്ങളിൽ ഫേസ്ബുക്കിലെ പോസ്റ്റർ യുദ്ധം തകർക്കും. ഒപ്പം പരിഹാസങ്ങളും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.